ഇന്ത്യയിലെ പ്രശസ്തമായ തഞ്ചാവൂരിലെ ബൃഹദേശ്വര ടെമ്പിളിന് മുന്നിലാണ് ഇന്ന് നാം നിൽക്കുന്നത്. ഹലോ, അപ്പോൾ നമ്മൾ തമ്പനയിലിൽ കണ്ട പോലെ തഞ്ചാവൂരിലോട്ടാണ് പോകുന്നത്. നമ്മൾ ഒരു പുലർച്ചെ ഒരു 4-4:30 ആകുമ്പോഴാണ് ഇറങ്ങിയിട്ടുള്ളത്. കുറച്ചും കൂടെ നേരത്തെ ഇറങ്ങണമെന്ന് വിചാരിച്ചു, പക്ഷെ ലേറ്റായി പോയി. അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല അടിപൊളി റോഡാണ് കേട്ടോ. റോഡ് വലിയ മോശമൊന്നുമില്ല. അത് കാരണം കുണ്ടും കുഴിയും അങ്ങനത്തെ ഒന്നും ഇല്ലാത്തത് കാരണം നമുക്ക് സുഖമായിട്ട് പോകാൻ പറ്റുന്നുണ്ട്. മറ്റേതൊരു ചടപ്പും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഒരുപാട് ടോൾ കൊടുക്കുന്നുണ്ട്. പക്ഷേ ടോൾ കൊടുക്കുന്നതിനൊരു കാര്യമുണ്ട് കേട്ടോ. റോഡൊക്കെ നല്ല അടിപൊളിയാണ്. അതുപോലെ തന്നെ കൊടുത്തേച്ചിട്ട് വലിയ കുഴപ്പമൊന്നുമില്ല. ഇവിടെ നിന്ന് അങ്ങോട്ടൊരു 100-400 കിലോമീറ്ററോളം ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെ എത്തുമ്പോഴേക്കും എന്തായാലും ഒരു 12 മണി എന്തായാലും കഴിയും. 12:30 വരെയാണ് അമ്പലം. അത് കഴിഞ്ഞാൽ ക്ലോസ് ആണെന്നാണ് പറയുന്നത്. പക്ഷേ കാണാനും അതിനൊന്നും കുഴപ്പമില്ല കേട്ടോ. ഈ പ്രാർത്ഥിക്കാൻ അങ്ങനെയുള്ള അങ്ങനത്തെയൊക്കെ കാണുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നേരത്തെ 12:30 മുന്നേറ്റ് പോകണം. അതും നല്ല ക്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും തോന്നുന്നു. അപ്പോൾ ഞങ്ങളൊരു ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു റെസ്റ്റോറൻറ്റിൽ നിർത്തി. അവിടുന്ന് എല്ലാവരും ദോശയായിട്ടാണ് കഴിച്ചത്. കുഴപ്പമില്ലായിരുന്നു, അടിപൊളി ഫുഡായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഈ കാണുന്നത് കാവേരി നദി ആട്ടോ. പിന്നെ പോകുന്ന വഴിക്ക് കണ്ടോ 2 സൈഡിലും ചെടികൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ അവർ. നല്ല ഭംഗിയുണ്ട് കാണാൻ. നമ്മുടെ ഇവിടെ ഒന്നും അതൊന്നുമില്ല, സ്ഥലം ഇല്ലാണ്ടാണ്. പക്ഷെ അവിടെ ഒരുപാട് സ്ഥലമുണ്ട്. അത് കാരണമാണ് അവരങ്ങനെ വെച്ച് പിടിപ്പിച്ചിരിക്കുന്നത്. നല്ല ഭംഗിയാണ് കാണാനിട്ടാ. തഞ്ചാവൂരിലെ ഈ ക്ഷേത്രം ഏറ്റവും വലിയ ക്ഷേത്രങ്ങളിൽ ഒന്നായിട്ട് കണക്കാക്കപ്പെടുന്നുണ്ട്. ചോളരാജാവായ രാജരാജ ചോളനാണ് ഈ ക്ഷേത്രം പണി കഴിപ്പിച്ചിട്ടുള്ളത്. ഒരുപാട് ശില്പങ്ങൾ അവിടെ കൊത്തിവെച്ചിട്ടുണ്ട്. അതുപോലെ 80 ടൺ ഭാരമുള്ള മകുടമാണ് ഗോപുരത്തിന് മുകളിൽ വെച്ചിട്ടുള്ളത്. പ്രണയിക്കുന്നവരും അതുപോലെ ഉയർന്ന പദവിയിലിരിക്കുന്നവരൊന്നും പോവാൻ പാടില്ലാത്ത ക്ഷേത്രം എന്ന് പറയപ്പെടുന്നുണ്ട്. കാരണം പ്രണയിക്കുന്നവർ പിരിയും, അതുപോലെ ഉയർന്ന പദവിയിലിരിക്കുന്നവർ പദവി നഷ്ടപ്പെടും എന്നാണ് അവർ വിശ്വസിക്കുന്നത്. ഈ പോകുന്ന വഴിക്ക് ഒരുപാട് വിൻമിൽസ് ഉണ്ട് കേട്ടോ. ഞങ്ങൾ 2 സൈഡിലായിട്ട് ഒരുപാട് കണ്ടു. പിന്നെ അടിപൊളി റോഡാണ് കേട്ടോ. ഫൈനലി ഞങ്ങൾ അവിടെ എത്തി. അപ്പോൾ അന്ന് നല്ല തിരക്കായിരുന്നു കേട്ടോ. ഞങ്ങൾ സൺഡേ അല്ലേ, അത് കാരണം ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. ക്ഷേത്രത്തിലേക്ക് കടക്കുന്നതിന് മുമ്പുള്ള ഫസ്റ്റത്തെ ഗോപുരമാണിത്. ഇവിടെ വരെ നമുക്ക് എന്ത് ചെയ്യുക, ചെരുപ്പൊക്കെ ഇട്ടിട്ട് കിടക്കാം. രണ്ടാമത്തെ ഗോപുരത്തെ പിന്നെ ചെരുപ്പിട്ടിട്ട് അകത്ത് കയറാൻ പാടില്ല. പിന്നെ ചെരുപ്പ് വയ്ക്കാനൊക്കെ പ്രത്യേകം ഒരു സ്ഥലമൊക്കെ ഉണ്ട്. പിന്നെ നമ്മളെ ഓരോ പരിശോധനയ്ക്കൊക്കെ ശേഷം മാത്രമേ നമ്മൾ അകത്തോട്ട് കയറ്റുള്ളൂ. ആദ്യകാലങ്ങളിൽ തിരുവുടയാർ കോവിൽ എന്ന പേരിലാണ് ഈ ക്ഷേത്രം അറിയപ്പെട്ടിരുന്നത്. ഇവിടുത്തെ പ്രദേശവാസികൾ പെരിയ കോവിൽ എന്നാണ് വിളിക്കപ്പെടുന്നത്. ബൃഹദീശ്വര ക്ഷേത്രം എന്നും ഈ ക്ഷേത്രം അറിയപ്പെടുന്നു. ചോള വംശത്തിലെ പ്രമുഖനായ രാജരാജ ചോളനാണ് ഈ ക്ഷേത്രം പണി കഴിപ്പിച്ചത്. AD 985 തുടങ്ങിയ ക്ഷേത്ര നിർമ്മാണം 1013 പൂർത്തിയായത്. ശിവനാണ് പ്രധാന പ്രതിഷ്ഠ.
പൂർണ്ണമായും കരിങ്കല്ലിൽ തീർത്ത ഏക ക്ഷേത്രമായി ഇത് കണക്കാക്കപ്പെടുന്നു. പരമശിവനെ ലിംഗരൂപത്തിലാണ് ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. AD 1010 അരുവിമൊഴിവർമ്മ രാജരാജ ചോളൻ ഒന്നാമന്റെ കാലത്താണ് ഇത് പണിതത്. 16-ാം നൂറ്റാണ്ടിലാണ് പുറം മതിലുകൾ പണിതത്. 66 മീറ്റർ ഉയരമുള്ള ഗോപുരത്തിനു മുകളിൽ ഗോളാകൃതിയിലുള്ള വലിപ്പമേറിയ മകുടമുണ്ട്. 16 അടി നീളവും 13 അടി ഉയരവുമുള്ള ഒറ്റക്കല്ലിൽ തീർത്ത നന്ദിയുടെ ശില്പവുമുണ്ട്. രാജരാജേശ്വര ക്ഷേത്രത്തിന് പ്രധാനമായും 2 ഗോപുരങ്ങളാണ് കവാടങ്ങളായി ഉള്ളത്. ആദ്യം കാണുന്ന കവാടത്തിൽ പേര് കേരളാന്തകൻ തിരുവയ്യിൽ എന്നാണ്. കേരള നാട്ടുരാജാവായ ശ്രീ ഭാസ്കര രവിവർമ്മനെ പരാജയപ്പെടുത്തിയതിനു ശേഷം രാജരാജ ഒന്നാമന് ലഭിച്ച പേരാണത്രേ കേരളാന്തകൻ. അതിന്റെ ഓർമ്മയ്ക്കായി ഈ 5 നിലകളുള്ള ഗോപുരത്തിന് കേരളാന്തകൻ തിരുവയ്യിൽ എന്ന നാമകരണം ചെയ്തിരിക്കുന്നത്. നിരവധി മനോഹരമായ ശില്പങ്ങൾ ഇവിടെ കൊത്തിവെച്ചിട്ടുണ്ട്. നാനൂറ് തൂണുകളുള്ള വരാന്തയും 5 നിലകളുള്ള പ്രവേശന ഗോപുരവുമുണ്ട്. യുനെസ്കോ ലോക പൈതൃക സ്ഥാനമായി ബൃഹദീശ്വര ക്ഷേത്രത്തെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. 17-19 നൂറ്റാണ്ടിൽ മറാഠ സാമ്രാജ്യകാലത്ത് ഈ ക്ഷേത്രം ബൃഹദീശ്വര ക്ഷേത്രം എന്ന പേരിൽ അറിയപ്പെട്ടു തുടങ്ങി. ക്ഷേത്ര സമുച്ചയത്തിന്റെ മൊത്തം വിസ്തീർണം 800x400 അടിയാണ്. എന്നാൽ പ്രധാന ഗോപുരം സ്ഥിതി ചെയ്യുന്നത് 500x250 അടി എന്ന അളവിലാണ്. നിർമ്മാണത്തിന് മൊത്തം 1.3 ലക്ഷം ടൺ കരിങ്കൽ വേണ്ടി വന്നു. 100-ലധികം വാദ്യകലാകാരും 400 നർത്തകരും 50ഓളം ഗായകരും ഉൾപ്പെടുന്ന വലിയ സംഘം ചോള ഭരണകാലത്ത് ഇവിടെ ഉണ്ടായിരുന്നു. ചോള ഭരണകാലത്തെ സുപ്രധാന പരിപാടികൾ എല്ലാം നടന്നിരുന്നത് ഈ ക്ഷേത്രാങ്കണത്തിലായിരുന്നു. കോട്ടമതിൽ, 2 ഗോപുര കവാടങ്ങൾ, ക്ഷേത്ര ചുറ്റുമതിൽ എന്നിങ്ങനെയുള്ള 3 അടുക്കുള്ള സുരക്ഷ കടന്നാണ് ക്ഷേത്രമുറ്റത്തെത്താൻ ആവുക. മറാഠ കാലഘട്ടത്തിൽ പണിതതാണ് ഏറ്റവും പുറമേയുള്ള കോട്ടമതിൽ. ഇവിടെ 100-ൽ പരം ശിവലിംഗങ്ങൾ ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ഈ കാണുന്നത് ഇവിടുത്തെ പ്രസാദത്തിന് വേണ്ടിയിട്ടുള്ളൊരു ക്യൂ ആണ്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് എല്ലാം കണ്ടു കഴിഞ്ഞ് ഇറങ്ങി. അങ്ങനെ ഞങ്ങൾ അവിടെ അതിനടുത്തുള്ള ഒരു റെസ്റ്റോറൻറ്റിൽ തന്നെയാണ് കയറിയത്. തേവരാസ് ബിരിയാണി എന്നാണ് പേര്. അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ബിരിയാണി.
അങ്ങനെ ഭക്ഷണം കഴിക്കൽ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങിയിട്ട് നേരെ വരുന്ന വഴിക്ക് കണ്ടതാണ് കേട്ടോ തലയാട്ടി ബൊമ്മയും. അങ്ങനെ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് റേറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിക്കാമെന്ന് വെച്ചിട്ട് കയറിയതാണ്. അപ്പോൾ ഈ വലുതിന് പറയുന്ന റേറ്റ് 4000 ആണ്. പിന്നെ ചെറുതിനൊക്കെ പറയുന്നത് 780, അതുപോലെ 680 അങ്ങനെയൊക്കെയാണ് റേറ്റ് വരുന്നത്. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പാലസ് കാണാൻ വേണ്ടിയിട്ട് പോയതാണ്. പക്ഷേ പാലസ് കണ്ടു, പക്ഷേ ഫോട്ടോസും വീഡിയോസും ഒന്നും എടുക്കാൻ കഴിയില്ല. ഫോണൊന്നും അവിടെ അലൗഡ് അല്ല. മുമ്പൊക്കെ അലൗഡ് ആയിരുന്നു, ഇപ്പോൾ അവർ നിർത്തി വെച്ചതാണെന്ന് തോന്നുന്നു. എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അഡൾട്ട്സിനൊക്കെ 50 റുപ്പീസ്, അതുപോലെ ചിൽഡ്രൻസിന് 20 റുപ്പീസ് അങ്ങനെയാണ് വരുന്നത് ടിക്കറ്റ്. ഞങ്ങളിതാ പുറമേയുള്ള എടുക്കാൻ പറ്റാവുന്നതൊക്കെ എടുത്തു, പക്ഷെ അകത്തോട്ട് എടുക്കാൻ പറ്റില്ല, അത് എടുക്കാൻ സമ്മതിച്ചില്ല അവർ. അങ്ങനെയാണ്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയുമായി വരുന്നത് വരേക്കും ബായ്.